ഡാൻ അലൻ ഡയറക്റ്റ് ചെയ്ത ഒരു മൂവിയാണ്, ഇംഗ്ലീഷ് മൂവിയാണ് ബാംബി ദ റെക്കണിങ് എന്ന് പറയുന്ന സിനിമ. ആക്ച്വലി ഇതൊരു ജസ്റ്റ് ഒരു 1.5 മണിക്കൂർ താഴെ മാത്രം വരുന്ന ഒരു മൂവിയാണ്. ആക്ച്വലി ഇതൊരു എന്താ പറയുക, ഒരു അമ്മയും മകനും തൻ്റെ അച്ഛനോടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മകനെയും കൊണ്ട് കാറിൽ ട്രാവൽ ചെയ്യുന്ന സമയത്താണ് ഒരു കാട്ടിൽ നിന്ന് ഒരു വിചിത്രമായ ഒരു ജീവി അറ്റാക്ക് ചെയ്യുന്നത്. സോ അതിന് ശേഷം ആ വിചിത്ര ജീവി എങ്ങനെ ഉണ്ടായത്, വാട്ട് ഈസ് ദ സ്റ്റോറി, അല്ലെങ്കിൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഈ സിനിമ പറയുന്നത്. ആക്ച്വലി ഇതൊരു ബാംബി എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യന്മാരുടെ സോംബി കണ്ടിട്ടുണ്ട്, അതേപോലെ ഇതൊരു എന്താ പറയുക, ഒരു മ്യൂട്ടേറ്റഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു മാനാണെങ്കിൽ പോലും, മാനെന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കുന്നത് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഭയങ്കര എന്താ പറയുക, ഭയങ്കര അക്രമകാരിയായ, ഉപദ്രവിക്കുന്ന, വളരെ ശക്തിയേറിയ ഒരു സാധനം, ഒരു ജീവി, ഒരു വ്യത്യസ്തമായ ജീവി. നമ്മൾ ആക്ച്വലി ബാലരമയിലൊക്കെ പണ്ട് ഒരു സംഭവം ഉണ്ടല്ലോ, എന്താണ് ചുരുളഴിയാത്ത രഹസ്യങ്ങൾ, അങ്ങനെ കുറച്ച് സാധനത്തിൽ ചില ജീവികളെ കണ്ടു, പിന്നീട് ആരും കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്ന പോലെ അത്തരത്തിലൊരു ജീവി, നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ജീവി. അതിന് കുറേ റീസൺസ് ഒക്കെ ഉണ്ട്. കാരണം നമ്മൾ കാടിൽ അവർ സമാധാനത്തിൽ ജീവിക്കാൻ വിടാതെ ഇവർ എന്തൊക്കെയോ ചെയ്തിട്ട് അങ്ങനെ ആയതാണ് ആക്ച്വലി. അപ്പോൾ അതുമാത്രമല്ല, പിന്നീട് അവരിൻ്റെ കുട്ടികളെയും, അതായത് മാൻ്റെ അതിനെ ദ്രോഹിക്കാൻ ചെന്നപ്പോൾ അവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുക, അതിൻ്റെ ഇടയിൽ ഇവർ പെട്ടുപോകുക. സോ അവരെങ്ങനെ അതിനെ ഓവർകം ചെയ്തു, ബാക്കി കഥകളൊക്കെയാണ് 1.5 മണിക്കൂറിനകത്ത് എന്നുള്ളത്. ചില സ്കെയർ മൊമെന്റ്സ് സിനിമയിൽ ഉണ്ട് എന്നല്ലാതെ എനിക്ക് വലിയൊരു ഇമ്പാക്റ്റ് സിനിമ ഉണ്ടാക്കിയിട്ടില്ല. ഒരിക്കൽ വെറുതെ ജസ്റ്റ് കണ്ടിരിക്കാമെന്ന് മാത്രം. എനിക്കൊരു ആവറേജ് പോലും ഇല്ലാത്തൊരു മൂവി ആയിരുന്നു ഇത് ശരിക്കും. പിന്നെ എന്താണ് 1.5 മണിക്കൂർ താഴെ ഉള്ളതെന്നുള്ളതുകൊണ്ട് മാത്രം വേണമെങ്കിൽ കണ്ടു നോക്കാവുന്ന ഒരു മൂവിയാണ് ബാംബി ദ റെക്കണിങ് എന്ന് പറയുന്ന സിനിമ. ആക്ച്വലി ഞാനൊന്ന് പിള്ളേരൊന്നും കാണിക്കരുത്, കുറച്ചൊരു അങ്ങനത്തെ സീൻസ് ഒക്കെ ഉണ്ട്, ഭയങ്കര ബ്ലഡ് ഷെഡ് ആയിട്ടുള്ള കുറച്ച് സീനുണ്ട്. അപ്പോൾ ഇതൊരു ത്രില്ലിംഗ് ആയിട്ട് പോവുക ചോദിച്ചാൽ ആദ്യമൊക്കെ നമുക്കൊരു കൗതുകം ഉണ്ടായി, സിനിമ എന്തായിരിക്കും, എന്തെങ്കിലും സ്റ്റോറി ഉണ്ടാകുമല്ലോ, ആ മാൻ എങ്ങനെ ആയി എന്നുള്ളത്. പക്ഷെ അതൊന്നും അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടല്ല കാണിച്ചിരിക്കുന്നത്, പെട്ടെന്നൊന്നും മനസ്സിലാകാത്ത പോലെ, ഒന്നിനൊരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. സോ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടംപോലെ ടൈം ഉണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടു നോക്കാവുന്ന ഒരു മൂവിയാണ്, അല്ലാത്ത ദിവസം ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക.